നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിചിത്രമായ നിയമങ്ങൾക്ക് പേരുകേട്ട രാജ്യമാണ് ഉത്തര കൊറിയ. കിം ജോങ് ഉന്നിന്റെ കീഴിൽ സമ്പൂർണ്ണ സ്വച്ഛാധിപത്യമാണ് രാജ്യം നടപ്പിലാക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സിനിമകളും മ്യൂസിക് വീഡിയോകളും കണ്ടതിനും പ്രചരിപ്പിച്ചതിനും 2 കൗമാരക്കാർക്ക് 12 വർഷത്തെ ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ജാനുവരിയിലാണ്. രാജ്യത്തെ യുവാക്കൾ ജീവിതശൈലിയും ചിന്താഗതികളും മാറ്റുന്നുവെന്ന ആശങ്ക കിം ജോങ് ഉന്നിനെ അസ്വസ്ഥനാക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം നിയമങ്ങളും ശിക്ഷാവിധികളും നടപ്പിലാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നിരവധി മേഖലയിൽ കർശന നിയന്ത്രണങ്ങളുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. നിയമം പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ശിക്ഷയും പിഴയും ഭരണകൂടം ചുമത്താറുണ്ട്. അടുത്തിടെ പല ആഗോള ഫാഷൻ കോസ്മെറ്റിക് ബ്രാൻഡുകളും ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ രാജ്യത്ത് നിരോധിച്ചിരുന്നു. ഇപ്പോഴിതാ ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക്കിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം. ചുവപ്പ് മുതലാളിത്തത്തിന്റെ പ്രതീകമായി കാണുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചുവന്ന ലിപ്സ്റ്റിക് നിരോധിച്ചത്. സ്ത്രീകൾ വലിയ രീതിയിൽ മേക്കപ്പ് ധരിക്കുന്നത് ഉത്തര കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട്. ചുവന്ന നിറമുള്ള ലിപ്സ്റ്റിക് ധരിക്കുമ്പോൾ സ്ത്രീകൾ അമിതമായി മേക്കപ്പ് ധരിച്ചതായി തോന്നുന്നു. അതും നിരോധനത്തിന് ഒരു കാരണമാണ്. ചുവപ്പ് നിറം വിമോചനത്തിന്റെ പ്രതീകമായാണ് കിം ജോങ് ഉൻ കാണുന്നത്. കൂടാതെ ചുവന്ന ലിപ്സ്റ്റിക് ധരിച്ച സ്ത്രീകൾ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നതും ഈ നിരോധനത്തിന് പിന്നിലുണ്ട്. ഇത് രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ സ്ത്രീകൾ ലളിതമായി മേക്കപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നിയമമുണ്ട്. സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ സർക്കാർ ആളുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരികൾ പതിവ് പരിശോധനകളും നടത്തുന്നുണ്ട്. ഇതുപോലെ ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നതിലും നിയമങ്ങൾ പാലിക്കണം. മുടി നീളം കൂട്ടാനോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാനോ അനുവാദമില്ല. പുരുഷന്മാർക്ക് 10ഉം സ്ത്രീകൾക്ക് 18ഉം ഹെയർ സ്റ്റൈലുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. മുടി ചെറുതും ഭംഗിയുള്ളതുമായിരിക്കണം. മുടിയിൽ കളർ ചെയ്യാൻ പാടില്ല. ചുവന്ന ലിപ്സ്റ്റിക് മാത്രമല്ല, അടുത്തിടെ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം സ്കിന്നി ആൻഡ് ബ്ലൂ ജീൻസ്, ബോഡി ഫിറ്റ്, ചില ഹെയർ സ്റ്റൈലുകൾ എന്നിവയെ നിരോധിച്ചിരുന്നു. രാജ്യത്ത് അംഗീകരിച്ച ഹെയർ സ്റ്റൈലുകൾ മാത്രമേ സ്വീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ. മറ്റ് ഹെയർ സ്റ്റൈലുകൾ വയ്ക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാറുണ്ട്. കൂടാതെ നിരോധിച്ച സ്കിന്നി ജീൻസുകൾ പോലുള്ളവ ധരിക്കുന്നവർക്കെതിരെയും വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. പിഴ ചുമത്തുക, പൊതുസ്ഥലത്ത് നിർത്തി ശിക്ഷിക്കുക, ഇങ്ങനെയുള്ളവയാണ് ശിക്ഷാരീതികൾ. മൂക്കുകുത്താനോ ബോഡി പിയേഴ്സിംഗ് ചെയ്യാനോ പാടില്ല. കിം ജോങ് ഉന്നിന്റെ വസ്ത്രധാരണ രീതിയോ ഹെയർ സ്റ്റൈലോ ആരും പരീക്ഷിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ദക്ഷിണ കൊറിയയിൽ നിർമ്മിച്ച പെർഫ്യൂമുകൾക്കും വിലക്കുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൽ ആകർഷകരാകുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയാണെന്നും അവരെ ഉത്തര കൊറിയയുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ഏതായാലും വളരെ കർശനമായ നിയമങ്ങളും അതുപോലെ തന്നെ രീതികളുമാണ് ഉത്തര കൊറിയ പിന്തുടർന്ന് വരുന്നത്.